ഏവർക്കും ലെയിൻസിയോയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇനി അടുത്തതായിട്ട് യൂറോപ്യന്മാരുടെ ആഗമനത്തിന്റെ 4ാം ഭാഗമാണ് നോക്കുന്നത്. പോർച്ചുഗീസുകാരുടെ സംഭാവനകളാണ് നമ്മൾ ഇതിൽ നോക്കുന്നത്. ഇതോടുകൂടി നമ്മൾ പോർച്ചുഗീസുകാരെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം പഠിച്ചു കഴിയും. നമുക്കൊരു കഥ പോലെ എല്ലാം പഠിക്കാം. 1498 വാസ്കോഡഗാമ വന്നതിനു ശേഷം പോർച്ചുഗീസുകാർക്ക് ഇവിടെ നിൽക്കാൻ ഒരു സുരക്ഷിത സ്ഥലം വേണമായിരുന്നു. അങ്ങനെ 1503 അൽബുക്കർ കൊച്ചിയിൽ ഒരു കോട്ട പണിതു. അതാണ് മാനുവൽ കോട്ട. ഓർക്കുക, ഇന്ത്യയിൽ യൂറോപ്യന്മാർ നിർമ്മിച്ച ആദ്യത്തെ കോട്ടയാണേത്? മാനുവൽ കോട്ട. അപ്പൊ എന്താണ്? 1498 വാസ്കോഡഗാമ വന്നതിന് ശേഷം പോർച്ചുഗീസുകാർക്ക് ഇവിടെ നിൽക്കാൻ ഒരു സുരക്ഷിത സ്ഥലം വേണമായിരുന്നു. അങ്ങനെ 1503 അൽബുക്കർക്ക് കൊച്ചിയിൽ ഒരു കോട്ട പണിതു. അതാണ് മാനുവൽ കോട്ട. ഓർക്കുക, ഇന്ത്യയിൽ യൂറോപ്യന്മാർ നിർമ്മിച്ച ആദ്യത്തെ കോട്ടയാണേത്? മാനുവൽ കോട്ട. അപ്പൊ എന്താണ് ചോദ്യം? ഇന്ത്യയിൽ യൂറോപ്യന്മാർ പണിത ആദ്യത്തെ കോട്ട ഏതാണ്? മാനുവൽ കോട്ടയാണ്. ഏത് വർഷമാണ് പണിതത്? 1503 പണിതത്. ആരായിരുന്നു പണിതത്? അൽബുക്കർക്കാണ് പണിതത്. ഇനി നമുക്ക് അടുത്തത് നോക്കാം. ഈ മാനുവൽ കോട്ടയ്ക്ക് ഒരൊറ്റ പേര് മാത്രമല്ല ഉള്ളത്. പള്ളിപ്പുറം കോട്ടയെന്നും വൈപ്പിൻ കോട്ടയെന്നും ആയിക്കോട്ടയെന്നും അഴീക്കോട്ടയെന്നുമൊക്കെ ഇതിനെ വിളിക്കാറുണ്ട്. ഇന്ത്യയിൽ നിലവിലുള്ള ഏറ്റവും പഴക്കമുള്ള യൂറോപ്യൻ നിർമ്മിതിയും ഇത് തന്നെയാണ്. അപ്പം എന്താണ്? മാനുവൽ കോട്ടയ്ക്ക് ഒരൊറ്റ പേര് മാത്രമല്ല ഉള്ളത്. പള്ളിപ്പുറം കോട്ടയെന്നും വൈപ്പിൻ കോട്ടയെന്നും ആയിക്കോട്ടയെന്നും അഴീക്കോട്ടയെന്നുമൊക്കെ ഇതിനെ വിളിക്കാറുണ്ട്. ഇന്ത്യയിൽ നിലവിലുള്ള ഏറ്റവും പഴക്കമുള്ള യൂറോപ്യൻ നിർമ്മിതിയും ഏത് തന്നെയാണ്? മാനുവൽ കോട്ട തന്നെയാണ്. അപ്പൊ ചോദ്യം എന്താണ്? മാനുവൽ കോട്ടയുടെ മറ്റു പേരുകൾ എന്തൊക്കെയായിരുന്നു? പള്ളിപ്പുറം കോട്ട, അതുപോലെ തന്നെ എന്താണ്? വൈപ്പിൻ കോട്ട, ആഴിക്കോട്ട, അഴീക്കോട്ട എന്നിങ്ങനെയൊക്കെ അറിയപ്പെടുന്നത് ഏതാണ്? മാനുവൽ കോട്ടയാണ്. കൊച്ചി കഴിഞ്ഞാൽ വടക്ക് കണ്ണൂരിൽ 1505 അൽമേഡ എന്ന സായിപ്പ് സെന്റ് ആഞ്ചലോസ് കോട്ട പണിതു. അപ്പം കൊച്ചിയിൽ എന്തായിരുന്നു? കൊച്ചിയിലെ ഏതോ കോട്ടയായിരുന്നു? നമ്മുടെ ആയിക്കോട്ട അല്ലെങ്കിൽ അഴീക്കോട്ടയായിരുന്നു. അത് ആരായിരുന്നു പണിഞ്ഞത്? അൽബുക്കർക്കായിരുന്നു പണിതത്. ഏത് വർഷമായിരുന്നു? 1503 എന്നാൽ കൊച്ചി കഴിഞ്ഞാൽ വടക്ക് കണ്ണൂരിൽ 1505 അൽമേഡ എന്ന സായിപ്പ് സെന്റ് ആഞ്ചലോസ് കോട്ട പണിതു. തൃശ്ശൂർ ജില്ലയിൽ അവർ പണിത കോട്ടയാണ് കോട്ടപ്പുറം കോട്ട. ഇനി തെക്കോട്ട് പോയാലോ? കൊല്ലം തങ്കശ്ശേരിയിൽ തോമസ് കോട്ട കാണാം. ഇതിനെ നാട്ടുകാർ പറങ്കിക്കോട്ട എന്നും വിളിക്കാറുണ്ട്. അപ്പൊ എന്താണ്? കൊച്ചി കഴിഞ്ഞാൽ വടക്ക് കണ്ണൂരിൽ 1505 അൽമേഡ എന്ന സായിപ്പ് സെന്റ് ആഞ്ചലോസ് കോട്ട പണിതു. തൃശ്ശൂർ ജില്ലയിൽ അവർ പണിത കോട്ടയാണിത് കോട്ടപ്പുറം കോട്ട. ഇനി തെക്കോട്ട് പോയാലോ? കൊല്ലം തങ്കശ്ശേരിയിൽ തോമസ് കോട്ട കാണാം. ഇത് പണിതതുമാര് തന്നെയാണ്? പോർച്ചുഗീസുകാരാണ്. ഇതിനെ നാട്ടുകാർ പറങ്കിക്കോട്ട എന്നും വിളിക്കാറുണ്ട്. അപ്പൊ പറങ്കിക്കോട്ട എന്ന് അറിയപ്പെടുന്നത് ഏതാണ്? തങ്കശ്ശേരിയിലെ തോമസ് കോട്ടയാണ്. അപ്പൊ ചോദ്യം നമുക്ക് നോക്കാം. 1505 കണ്ണൂരിലെ സെന്റ് ആഞ്ചലോസ് കോട്ട പണിതതാരാണ്? അൽമേഡയാണ്. അപ്പം കണ്ണൂരിലാണ് സെന്റ് ആഞ്ചലോസ് കോട്ട. അത് പണിതതാരാണ്? അൽമേഡയാണ്. ഏത് വർഷമാണ്? 1505 പറങ്കിക്കോട്ട എന്നറിയപ്പെടുന്നത് ഏത് കോട്ടയാണ്? തോമസ് കോട്ടയാണ്. കൊല്ലം ജില്ലയിലാണ്. ഇതും പണിതതാരാണ്? പോർച്ചുഗീസുകാരാണ്. കൊച്ചി രാജാവിനെ സന്തോഷിപ്പിക്കാൻ പോർച്ചുഗീസുകാർ ഒരു തന്ത്രം പ്രയോഗിച്ചു. 1555 അന്നത്തെ രാജാവായ വീര കേരളവർമ്മയ്ക്ക് അവർ മനോഹരമായ ഒരു കൊട്ടാരം പണിതു നൽകി. ഇതാണ് മട്ടാഞ്ചേരി കൊട്ടാരം. പിന്നീട് ബ്രിട്ടീഷുകാർ അത് പുതുക്കി പണിതത് കൊണ്ടാണ് ഇന്ന് നമ്മൾ അതിനെ ഡച്ച് കൊട്ടാരം എന്ന് വിളിക്കുന്നത്. പിന്നീട് ആരാണ്? ഡച്ചുകാരാണ് അത് പുതുക്കി പണിതത്. അതുകൊണ്ടാണ് ഡച്ച് കൊട്ടാരം എന്ന് വിളിക്കുന്നത്. അപ്പൊ കൊച്ചി രാജാവിനെ സന്തോഷിപ്പിക്കാൻ പോർച്ചുഗീസുകാർ എന്തു ചെയ്തു? 1555 ഓർക്കുക, 1555 അന്നത്തെ രാജാവായ വീര കേരളവർമ്മയ്ക്ക് അവർ മനോഹരമായ ഒരു കൊട്ടാരം പണിത് നൽകി. അതാണ് ഇത് മട്ടാഞ്ചേരി കൊട്ടാരം. പിന്നീട് ഡച്ചുകാർ അത് പുതുക്കി പണിതത് കൊണ്ടാണ് ഇന്ന് നമ്മൾ അതിനെ ഏത് പേരിൽ അറിയപ്പെടുന്നത്? ഡച്ച് കൊട്ടാരം എന്ന് വിളിക്കുന്നത്. അപ്പൊ നമുക്ക് ചോദ്യം നോക്കാം. പോർച്ചുഗീസുകാർ കൊച്ചി രാജാവിന് പണിത് നൽകിയ
കൊട്ടാരത്തിൻ്റെ പേരെന്താണ്? ഡച്ച് കൊട്ടാരം അല്ലെങ്കിൽ മട്ടാഞ്ചേരി കൊട്ടാരം. അപ്പം വേണമെങ്കിൽ ചോദിക്കാം, ഡച്ച് കൊട്ടാരം നിർമ്മിച്ചത് ആരാണ്? ഡച്ച് കൊട്ടാരം നിർമ്മിച്ചത് പോർച്ചുഗീസുകാരാണ്. കൂർത്ത ഗോപുരങ്ങളുള്ള പള്ളികൾ കണ്ടിട്ടില്ലേ? ആ നിർമ്മാണ രീതിയെ ഗോതിക് ശൈലി എന്നാണ് വിളിക്കുന്നത്. ഇന്ത്യയിൽ അവർ പണിത ആദ്യത്തെ പള്ളിയാണ് കൊച്ചിയിലെ സെന്റ് ഫ്രാൻസിസ് പള്ളി. അപ്പോൾ ഇന്ത്യയിൽ തന്നെ പണിത ആദ്യത്തെ പള്ളി ഏതാണ്? കൊച്ചിയിലെ സെന്റ് ഫ്രാൻസിസ് പള്ളിയാണ്. ഗോവയിലെ ബോം ജീസസ് പള്ളിയും ഇവരുടേതാണ്. ആരുടേതാണ്? പോർച്ചുഗീസുകാരുടേതാണ്. ഒപ്പം ക്രിസ്തീയ കഥകൾ പറയുന്ന ചവിട്ട് നാടകം എന്ന കലാരൂപവും ആര് കൊണ്ടുവന്നു? പോർച്ചുഗീസുകാർ കൊണ്ടുവന്നു. അപ്പൊ ഗോതിക് ശൈലിയിലുള്ള പള്ളികൾ നിർമ്മിച്ചു. അതിൽ നിർമ്മിച്ച ആദ്യത്തെ പള്ളി ഏതാണ്? കൊച്ചിയിലെ സെന്റ് ഫ്രാൻസിസ് ചർച്ചാണ്. അതുപോലെ തന്നെ ഗോവയിലെ ബോം ജീസസ് പള്ളിയും ആരുടെ അതാണ്? പോർച്ചുഗീസുകാരുടേതാണ്. ഒപ്പം ക്രിസ്തീയ കഥകൾ പറയുന്ന ചവിട്ട് നാടകം എന്ന കലാരൂപവും ആര് കൊണ്ടുവന്നതാണ്? പോർച്ചുഗീസുകാർ കൊണ്ടുവന്നതാണ്. അപ്പൊ പോർച്ചുഗീസുകാർ പരിചയപ്പെടുത്തിയ വാസ്തുവിദ്യ ശൈലി ഏതാണ്? ഗോതിക് ശൈലിയാണ്. അവർ കൊണ്ടുവന്ന കലാരൂപം ചോദിച്ചാൽ ഏതാണ്? ചവിട്ട് നാടകവുമാണ്. ഇനി നമുക്ക് അടുക്കളയിലേക്ക് ഒന്ന് നോക്കാം. പോർച്ചുഗീസുകാർ വരുന്നത് വരെ നമ്മുടെ കറികളിൽ വറ്റൽമുളക് ഉണ്ടായിരുന്നില്ല. മുളക് മാത്രമല്ല, കശുവണ്ടി, പപ്പായ, കൈതച്ചക്ക, പേരക്ക, പുകയില, ആത്തച്ചക്ക ഇതൊക്കെ അവരുടെ കപ്പലിലാണ് നമ്മുടെ നാട്ടിൽ എത്തിയത്. അപ്പോൾ നോക്കാം എന്തൊക്കെയായിരുന്നു കൊണ്ടുവന്നത്. വറ്റൽമുളക് കൊണ്ടുവന്നു, കശുവണ്ടി കൊണ്ടുവന്നു, പപ്പായ കൊണ്ടുവന്നു, കൈതച്ചക്ക കൊണ്ടുവന്നു, പേരക്ക, പുകയില, ആത്തച്ചക്ക ഇതൊക്കെ കൊണ്ടുവന്നത് ആരാണ്? പോർച്ചുഗീസുകാരാണ്. അപ്പൊ കശുവണ്ടി, വറ്റൽമുളക്, പപ്പായ, കൈതച്ചക്ക, പേരക്ക, പുകയില, ആത്തച്ചക്ക എന്നിവ ഇന്ത്യയിൽ കൊണ്ടുവന്നത് ആരാണ്? പോർച്ചുഗീസുകാരാണ്. അപ്പൊ എന്തൊക്കെയാണ് കൊണ്ടുവന്നത്? കശുവണ്ടി, വറ്റൽമുളക്, പപ്പായ, കൈതച്ചക്ക, പേരക്ക, പുകയില, ആത്തച്ചക്ക എന്നിവ ഇന്ത്യയിൽ കൊണ്ടുവന്നത് ആരാണ്? പോർച്ചുഗീസുകാരാണ്. വെറുതെ വിത്തുകൾ കൊണ്ടുവരിക മാത്രമല്ല, അത് എങ്ങനെ നടണമെന്ന ശാസ്ത്രീയ കൃഷിരീതിയും അവർ പഠിപ്പിച്ചു. നമ്മുടെ നാട്ടിലെ ഔഷധ ചെടികളെ കണ്ട് അത്ഭുതപ്പെട്ട ഗാർഷ്യ ഡ ഓർത്ത എന്ന സായിപ്പ് ഇന്ത്യയിലെ ഔഷധ സസ്യങ്ങളെക്കുറിച്ച് ഒരു പുസ്തകം തന്നെ എഴുതിയിട്ടുണ്ട്. അപ്പൊ എന്താണ് അവർ ചെയ്തത്? വെറുതെ വിത്തുകൾ കൊണ്ടുവരിക മാത്രമല്ല, അത് എങ്ങനെ നടണമെന്ന ശാസ്ത്രീയ കൃഷി രീതിയും അവർ പഠിപ്പിച്ചു. അപ്പൊ ശാസ്ത്രീയ കൃഷി രീതി ഇന്ത്യയിൽ കൊണ്ടുവന്നതും ആര് തന്നെയാണ്? പോർച്ചുഗീസുകാരാണ്. നമ്മുടെ നാട്ടിലെ ഔഷധ ചെടികളെ കണ്ട് അത്ഭുതപ്പെട്ട ഗാർഷ്യ ഡ ഓർത്ത എന്ന സായിപ്പ് ഇന്ത്യയിലെ ഔഷധ സസ്യങ്ങളെക്കുറിച്ച് ഒരു പുസ്തകം തന്നെ എഴുതിയിട്ടുണ്ട്. അപ്പൊ എന്താണ് ചോദ്യം? ഇന്ത്യയിലെ ഔഷധ സസ്യങ്ങളെക്കുറിച്ച് പുസ്തകം എഴുതിയ വിദേശി ആരാണെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ പോർച്ചുഗീസുകാരൻ ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? ഗാർഷ്യ ഡ ഓർത്തയാണ്. ഇന്ത്യയിൽ ആദ്യമായി പുസ്തകങ്ങൾ അച്ചടിക്കുന്ന അച്ചടിശാല ഗോവയിൽ സ്ഥാപിച്ചതും ആര് തന്നെയാണ്? പോർച്ചുഗീസുകാരാണ്. അപ്പൊ ഇന്ത്യയിൽ ആദ്യമായി പുസ്തകങ്ങൾ അച്ചടിക്കുന്ന അച്ചടിശാല എവിടെ സ്ഥാപിച്ചു? ഗോവയിൽ സ്ഥാപിച്ചു. ആര് സ്ഥാപിച്ചു? പോർച്ചുഗീസുകാർ സ്ഥാപിച്ചു. കേരളത്തിൽ കൊച്ചിയിലും വൈപ്പിനിലും ഇവർ അച്ചടിശാലകൾ തുടങ്ങി. അപ്പൊ കേരളത്തിൽ എവിടെയൊക്കെയായിരുന്നു അച്ചടിശാലകൾ തുടങ്ങിയത്? കൊച്ചിയിലും വൈപ്പിനിലും. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ യൂറോപ്യൻ സ്കൂൾ കൊച്ചിയിൽ തുടങ്ങിയതും പോർച്ചുഗീസുകാരാണ്. അപ്പോൾ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ യൂറോപ്യൻ സ്കൂൾ എവിടെയാണ് തുടങ്ങിയത്? കൊച്ചിയിലാണ് തുടങ്ങിയത്. അത് തുടങ്ങിയത് ആരാണ്? പോർച്ചുഗീസുകാരാണ്. അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായി പുസ്തകങ്ങൾ അച്ചടിക്കുന്ന അച്ചടിശാല ഗോവയിൽ സ്ഥാപിച്ചത് ആരാണ്? പോർച്ചുഗീസുകാരാണ്. കേരളത്തിൽ കൊച്ചിയിലും വൈപ്പിനിലും അവർ എന്ത് തുടങ്ങി? അച്ചടിശാലകൾ തുടങ്ങി. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ യൂറോപ്യൻ സ്കൂൾ എവിടെയാണ്? കൊച്ചിയിൽ തുടങ്ങിയതും ആര് തന്നെയാണ്? പോർച്ചുഗീസുകാർ തന്നെയാണ്. ഇന്ത്യയിൽ ആദ്യമായി അച്ചടിശാല സ്ഥാപിച്ചത് എവിടെയായിരുന്നു? ഗോവയിലാണ്. കേരളത്തിൽ എവിടെയൊക്കെയായിരുന്നു അച്ചടിശാലകൾ സ്ഥാപിച്ചത്? കൊച്ചിയും വൈപ്പിനുമാണ്. സ്കൂളുകൾ മാത്രമല്ല, വൈദികർക്ക് പഠിക്കാനായി സെമിനാരികളും കലാശാലകളും അവർ തുടങ്ങി. കൊച്ചി, കൊടുങ്ങല്ലൂർ, അങ്കമാലി, വൈപ്പിൻകോട്ട എന്നീ സ്ഥലങ്ങളിലാണ് അവർ പ്രധാനമായും ഇവ സ്ഥാപിച്ചത്. പാശ്ചാത്യ പണ്ഡിതന്മാർ ഭാരതീയ വിഷയങ്ങൾ പഠിക്കാൻ തുടങ്ങിയതും ഇക്കാലത്താണ്. അപ്പം ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക, സ്കൂളുകൾ മാത്രമല്ല വൈദികർക്ക് പഠിക്കാനായി സെമിനാരികളും കലാശാലകളും അവർ തുടങ്ങി. കൊച്ചി, കൊടുങ്ങല്ലൂർ, അങ്കമാലി, വൈപ്പിൻകോട്ട,
അതുപോലെ തന്നെ എന്നീ സ്ഥലങ്ങളിലൊക്കെയാണ് അവർ പ്രധാനമായും ഇവ സ്ഥാപിച്ചത്. പാശ്ചാത്യ പണ്ഡിതന്മാർ ഭാരതീയ വിഷയങ്ങൾ പഠിക്കാനും തുടങ്ങിയത് ഇക്കാലത്താണ്. നമ്മൾ മലയാളികൾ ദിവസവും പോർച്ചുഗീസ് സംസാരിക്കുന്നുണ്ട്. കസേര, മേശ, അലമാര, ജനൽ എന്നിവയും അടുക്കളയിലെ കുശിനി, ചാവി, വിനാഗിരി, പണിക്കാരനായ മേസ്തിരി, പള്ളിയിലെ അൾത്താര, കൊന്ത, കുമ്പസാരം എന്തിനെ ലേലം വിളിക്കുന്നത് പോലും പോർച്ചുഗീസ് വാക്കാണ്. അപ്പം എന്താണ്, നമ്മൾ മലയാളികൾ ദിവസവും പോർച്ചുഗീസ് സംസാരിക്കുന്നുണ്ട്. കസേര, മേശ, അലമാര, ജനൽ എന്നിവയും അടുക്കളയിലെ കുശിനി, ചാവി, വിനാഗിരി, പണിക്കാരനായ മേസ്തിരി, പള്ളിയിലെ അൾത്താര, കൊന്ത, കുമ്പസാരം എന്തിനെ ലേലം വിളിക്കുന്നത് പോലും ഏത് വാക്കിൽ നിന്നാണ്? പോർച്ചുഗീസ് വാക്കിൽ നിന്നാണ്. അടുക്കള എന്ന അർത്ഥം വരുന്ന പോർച്ചുഗീസ് വാക്ക് ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? കുശിനിയാണ്. അതുപോലെ തന്നെ ജനൽ, കസേര, മേസ്തിരി എന്നിവ ഏത് ഭാഷയിൽ നിന്നും വന്നതാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ഏതാണ്? പോർച്ചുഗീസ് ഭാഷയിൽ നിന്നും വന്നതാണ്.